വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ഞാൻ ലാസ്റ്റ് ഇട്ട വ്ളോഗ് ഒരു സൺഡേ വ്ളോഗാണ്. ഇന്നും ഒരു സൺഡേ വ്ളോഗാണ് ട്ടാ. സൺഡേ ഈ വീക്കെൻഡിൽ ഞങ്ങൾ എവിടേക്കും പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ഒരു 4 മണി ആ ഒരു ടൈമിൽ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബസ്സിനാണ് പോകുന്നത്. എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഗ്ലോബൽ വില്ലേജിലാണ് പോകുന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച പോവാന്ന് വിചാരിച്ച് നിന്നതാണ്. ഇത് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ സൺഡേ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മെയ് 11 വരെ ഉണ്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ആയതുകൊണ്ട് ഇന്ന് ഏതായാലും പോവാന്ന് വിചാരിച്ച് പോകുമ്പം അത്യാവശ്യം നല്ല തിരക്കിലുണ്ടാവും എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഉച്ചക്കൊന്നും പോയിട്ട് കാര്യമില്ലല്ലോ, നല്ല വെയിലും ഇപ്പം നല്ല ചൂടുമാണ്. ഇപ്പം 4 മണിൻ്റെ വെയിൽ തന്നെ നല്ല ചൂടാണ് കേട്ടോ. റഷ് പിന്നെ ടിക്കറ്റ് നോക്കുന്നതിൻ്റെ തിരക്കിലേനു കേട്ടോ. ഓൺലൈൻ വഴി എടുത്താൽ അവിടെ പോയിട്ട് അധികം ക്യൂ നിൽക്കേണ്ട വരില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവില്ലേ, അങ്ങനെ അത് നോക്കലാന്ന്. പിന്നെ പോകുമ്പോഴുള്ള ഒരു കാഴ്ചയില്ലേ, നല്ലൊരു രസമുണ്ടേനു കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടേനു. നല്ല ഉറക്കം വരുന്നുണ്ടേനു. ഞാൻ പറഞ്ഞിട്ടുണ്ടേനു ബസ്സിൽ കയറി വേണം തന്നെ ഞാൻ ഉറങ്ങുമെന്ന്. പക്ഷേ ഈ കാഴ്ചയിൽ ഇങ്ങനെ നോക്കിയിട്ട് സമയം പോയത് അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ എത്തിയിട്ടുണ്ടേനു കേട്ടോ. 2 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ടൈം നോക്കിയിട്ടുണ്ടേനു. പിന്നെ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തോണ്ട് തന്നെ അവിടെ അധികം നിൽക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ അകത്ത് കയറിപ്പോയി. പിന്നെ ഹംദൻ്റെ ഈ ഒരു സാധനം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം നടക്കാനല്ലേ, അപ്പോൾ ഓൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കുമോ എന്നെല്ലാം വിചാരിച്ചിട്ട് എടുത്തതാണ്. പക്ഷേ ഇത് അകത്തേക്ക് അലൗഡ് അല്ല. അപ്പോൾ അവർ പറഞ്ഞത് പുറത്ത് എവിടെയെങ്കിലും വെക്കാം, അല്ലെങ്കിൽ പിന്നെ അകത്ത് ലോക്കറുണ്ട്, അവിടെ വെക്കാം, പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്നെല്ലാം പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ അകത്തേക്ക് കയറലാണ്. ഓക്കെ, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അത്യാവശ്യം നല്ല ആളും തിരക്കും എല്ലാം ഉണ്ട്. പിന്നെ 2 സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ വന്നവർക്കെല്ലാം മനസ്സിലാവും. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഓരോ രാജ്യത്ത് ഇങ്ങനെ കയറണ്ടേ. ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പം ഒരുപാട് ബലൂണും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത് കണ്ടിട്ട് അമ്മ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ത് സാധനത്തിനും അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഓരോന്നോരോന്നായി സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ള രീതിയിൽ, എന്ത് കഴിക്കും എവിടെ നിന്ന് കഴിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഡാൻസ് നടക്കുന്ന കാണുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ നോക്കി വരലാണ്. അങ്ങനെ ഇവിടുന്ന് ഒരു കഫേന്ന് സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലും വാങ്ങാന്നുള്ള രീതിയിൽ അങ്ങനെ 1, 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ സമൂസയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അതും വാങ്ങി അവിടെ കുറച്ച് സമയം ഇരുന്ന് കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കുട്ടികളേതാ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നെല്ലാം ഉണ്ട്. ഹംദനോട് അകത്ത് കയറണമെന്ന് ചോദിച്ചാലും ഓൾക്ക് വലിയ മൂഡല്ലാത്തതുകൊണ്ട്, നല്ല മൂഡിലല്ലാത്തതുകൊണ്ട് അകത്ത് കയറിയിട്ടില്ല. അവിടെ ഇങ്ങനെ ഒരുപാട് പേരൻസും കുട്ടികളെല്ലാം ആയിട്ട് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം അതൊക്കെ നോക്കിയിരുന്ന്
പേടിയുണ്ടോ? ഇത് അതിൽ കയറാനാ? അതിൽ കയറാൻ എനിക്ക് പേടി. അതിന്റെ നാട്ടിലല്ലേ? എന്റെ നാട്ടിലല്ലേ നീ? പിന്നെ അവിടെ ഒരുപാട് റൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കണ്ടിട്ട് ഹംദ ഫുള്ള് ഓണിലാണ്. ഓൾക്ക് വെറും പേടിയൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയാന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം കണ്ടേരം ആദ്യം ഒരു ഷോക്ക് പോലെ ആയിന്. നാട്ടിൽ ഇത്ര ഹൈറ്റ് ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല. നേരിട്ട് എനിക്ക് ഓർമ്മയില്ല. നമ്മളെ കൂടെ വേറെ ആരെങ്കിലും ഒരു ഫാമിലിയും കൂടിയെല്ലാം ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ എൻജോയ് ചെയ്ത് നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മളെ വൈബിലുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വ്ളോഗ് എടുത്തിട്ട് വീഡിയോ എല്ലാം എടുത്തിട്ട് നല്ല രസമാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ 1-2 ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അങ്ങനെ ഹംദൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഓൾ ആ ബലൂണ് മുകളിലേക്ക് പറന്നു പോകുന്ന കേട്ടോ. ഓള് ഇങ്ങനെ നടക്കുന്ന വീഡിയോ എടുക്കുമ്പം അവരറിയുന്നില്ല പോയത്. ഞാൻ ഇങ്ങനെ കണ്ട് അത് പിടിക്കാനൊന്നും പറ്റില്ല. അപ്പം തന്നെ അങ്ങ് എത്തിയിട്ടുണ്ട്. ഓൾക്ക് ചെറിയൊരു ടെൻഷനുള്ള പോലെ വിചാരിച്ചിന്. പക്ഷെ ഓൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെയാണ്. ആദ്യം കരയുമെന്ന് വിചാരിച്ചിന്. ഇതിൻ്റെ മുകളിലെ ഭാഗത്ത് നിന്നാണ് വിട്ടുപോയിന്. അപ്പോൾ ഓളുടെ അടുത്ത് ഈ സംഭവം ഉള്ളതുകൊണ്ട് ഓള് വിചാരിച്ച് ഇത് ബേക്കിലിങ്ങനെ വരുന്നുണ്ട്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. വേറെ വാങ്ങണം എന്നെല്ലാം പറയുന്നതെല്ലാം വിചാരിച്ച്. പക്ഷെ ഒന്നുമില്ല. ഓൾ ഓക്കെയായിരുന്നു. പിന്നെ അതിങ്ങനെ പോകുന്നത് ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്ന്. ഹംദ അതാരാ? ആരാത്? പിന്നെ സ്റ്റേജിൽ ഇങ്ങനെ ഓരോ പ്രോഗ്രാമെല്ലാമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഓൾക്ക് മെയിനായിട്ട് ഈ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവമില്ലേ, അത് കണ്ടിട്ട് അതിലെല്ലാം കയറണമെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. തായ്ലാൻഡിൽ എന്നെ കൂട്ടാണ്ട് പോയിക്കോളൂ. തായ്ലാൻഡിലല്ലേ എന്നെ കൂട്ടാണ്ട് പോകേണ്ട സ്ഥലം തായ്ലാൻഡാണ്. ഓക്കെ, ഹംദക്ക് എന്നാ വേണ്ടേ? ചൂടുണ്ടാ? ഹംദക്ക് ഇതാ ഫസ്റ്റ് തന്നെ ഈ ഒരു യൂണിക്കോണിൻ്റെ റൈഡിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. ടിക്കറ്റ് എടുക്കുന്ന ഒരു കൗണ്ടറാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. ഭയങ്കര തിരക്കാണ്. അവിടെ പോയി ചോദിച്ചാൽ പറഞ്ഞത് ഇത് ഓൺലൈൻ വഴി ആയിട്ട് എടുക്കേണ്ടതാണ്. അങ്ങനെ ഓൺലൈൻ വഴി നല്ല ടൈം എടുത്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു ഋഷി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുക്കുന്നവരെ വെയിറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ സ്വീറ്റ് കോണെല്ലാം വാങ്ങി. പിന്നെ ഓരോ റൈഡിനും നല്ല തിരക്കുണ്ടാവും. അവിടെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് കാണുന്നില്ലേ, അങ്ങനെ ഈ ഒരു സംഭവത്തിൽ എനിക്ക് കയറണമെന്നുണ്ട്. പക്ഷെ എൻ്റെ ഒപ്പം ഒന്നിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കയറിയേനെ കേട്ടോ. അങ്ങനെ ഇത് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. 2 ടിക്കറ്റുള്ള ഹംദക്ക് ടിക്കറ്റ് വേണ്ട ഇവിടെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കും റഷിക്കുമാണ് കിട്ടിയത്. അത് പിന്നെ ഹംദക്ക് ഇട്ട് കൊടുത്ത്. ഓളല്ലേ എല്ലാ റൈഡിലും കയറുന്നുള്ളത്. അപ്പോൾ ഒന്ന് എനിക്കും ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഹംദ ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഓരോന്നിൽ അതിനെല്ലാം നല്ല ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ക്യൂ നിന്ന് ഓരോ 10 കുട്ടികളായിട്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് നേരം അവിടെയും വെയിറ്റ് ആക്കി. പിന്നെ മാഷാ അല്ലാ ഓൾക്കിപ്പോൾ ഇതിലെല്ലാം കയറാൻ ഭയങ്കര താല്പര്യമാണ്. എന്നെപ്പോലെ മുന്നേ ഓൾ ഇങ്ങനെയല്ല കേട്ടോ. ഓൾക്ക് ഹൈറ്റെല്ലാം നല്ല പേടിയാണ്. വിസ്മയിലെല്ലാം പോയാലും ഒന്നിച്ച് ഞാൻ കയറണം. പിന്നെ ഞാൻ ഉണ്ടെങ്കിൽ തന്നെ ഹൈറ്റെല്ലാം പേടിയാണ്. ഇങ്ങനെ ഇതെല്ലാം പേടിയാണ്. ഒറ്റയ്ക്കൊന്നും പോവില്ല. ഇപ്പോൾ എല്ലാത്തിനും മാഷാ അല്ലാ നല്ല ആക്റ്റീവാണ്. ഓൾ തന്നെ ഇത് കയറണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്കൂളിൽ പോകാൻ തുടങ്ങിയ മുതലേ അവിടുന്ന് ടൂറ് പോയവരും എല്ലാം ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ചെല്ലാം ആയിട്ട് എല്ലാത്തിലും കയറിയിട്ടെല്ലാം ആയിരിക്കും ഇങ്ങനെ അവൾ മാറീനി. അപ്പം
നല്ല സന്തോഷാണ് ട്ടാ. അപ്പൊ ഇതെല്ലാം കാണുമ്പോ അവിടുന്ന് ഇറങ്ങുമ്പം തന്നെ പ്ലാനാക്കീനി. ഇനി അടുത്തത് ഏതിൽ കേറണം എന്നെല്ലാം ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടേനു. അങ്ങനെ ഇതാ ഈ ഒരു ചെറിയ ഒരു ആകാശത്തൊട്ടിൽ പോലത്തെ ഒരു സംഭവമില്ലേ, ഇതില് നമുക്ക് കുട്ടികൾക്കും പാരൻസിനും എല്ലാം കയറാം ട്ടോ. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ പാരൻസിനെല്ലാം ഒന്നിച്ച് കയറാൻ പറ്റും. അങ്ങനെ ഇതിൽ കയറിയിട്ടുണ്ട്. എല്ലാം സ്ലോ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അവിടെയും എല്ലാം കയറിയിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറി ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് സ്മോളാണ് കേട്ടോ വാങ്ങിയത്. സ്മോൾ കഴിച്ചിട്ട് തന്നെ തലയ്ക്ക് ഇങ്ങനെ മസ്ത് കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. അടികൊണ്ട പോലെ ആയിട്ട് ചോക്ലേറ്റ് അധികം കഴിച്ചിട്ടാന്ന് തോന്നുന്നു എന്തോ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഉറക്ക് വരുത്തും, പിന്നെ അന്തിയും ഓളെ എല്ലാം ഡൗൺ ആയി. ഓക്ക് ഉറങ്ങേണ്ടതായി, പിന്നെ നടക്കാനൊന്നും പറ്റുന്നില്ല. ബൈ എന്താ തിന്നത്? രണ്ടും കണക്കാ. സോമാലിയെന്ന് വന്നേ നിങ്ങള്? പിന്നെ ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു ഷോന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 9:30ക്കാണ് സ്റ്റാർട്ടാവുക. സ്റ്റാർട്ടാവലല്ല, അകത്തേക്ക് എൻട്രൻസ് ആ ഒരു ടൈമിലാണ് ഓപ്പൺ ആവുക. അപ്പോൾ അവിടെ കയറി. അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഒരു 8:30 ആകുമ്പോൾ ആ സമയത്തായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. Good evening, Cyber City. This is Lexi Still reporting live for Cyberwave News. I'm here at the heart of this important event, the 10th anniversary celebration of Legion Fire's legendary victory over the notorious villain Tyrannus. And up next, it's Ace. Here comes Ace, the leader of Legion Fire. Enter the pool area. Yes, come on, Dallas. Let's shoot it from over there. Fire. ഏതൊക്കെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയില്ല. ഫുള്ളും അങ്ങനെയുള്ള അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരാൾ താഴേക്ക് ചാടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ വന്നേരം ഇവിടെ വന്നിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു വേറെ വെറൈറ്റി ഷോ ആയിരിക്കും. നോക്കുമ്പോൾ സെയിം ആണ് കേട്ടോ. അന്ന് വന്നപ്പോൾ കണ്ടത് തന്നെ സെയിം ആണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ ഇന്ന് വന്നത് ലാസ്റ്റ് ദിവസമാണെന്നെല്ലാം. പക്ഷെ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് ഒരു ആഴ്ചത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ഒരു ആൾക്കാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. ഈ പോപ്കോണെല്ലാം വിൽക്കാൻ വരൂലേ, അപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് ലാസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ഇന്ന് അധികം ആൾക്കാരുള്ളത്. ഇപ്പോൾ ഒരാഴ്ചത്തേക്കും കൂടി നീട്ടിയിട്ടുണ്ട്, 18 വരെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ
ആരെങ്കിലും ഇനി പോവാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോവുക, ഒരാഴ്ച കൂടി ഉണ്ട്. The tower, Max from Ukraine will take a plunge of 25 meters into the tiny pool below. Hold on to your seats, folks, because this is going to be a dive to remember. On behalf of SUP, I would just like to say thank you so much to Global Village, the box office, the ushers, the tech അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ഇതുവരെ ഒരു രാജ്യത്തും അങ്ങനെ കയറിയിട്ടില്ല. ഇനി കയറാൻ പോണത്രേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ അതുവരെ ഇങ്ങനെ കുറേ നടന്നും എന്നും എല്ലായിട്ട് അങ്ങനെ കളിച്ച്. പിന്നെ ഈജിപ്തിൽ കയറണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്താ വെച്ചാൽ അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മുന്നേ ഈജിപ്തിൽ പോയിട്ടുണ്ടേനു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ഉപ്പ അവിടെ വർക്ക് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ എനിക്ക് അവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ അറബികളെ ഫുഡ് എല്ലാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ യു എയിൽ വന്നപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഈജിപ്തിൽ ഫുഡെല്ലാം കിട്ടുന്ന ഷോപ്പ് എവിടെയാ, ഈ അറബിക് ഡിഷെല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിക്കാന്നുള്ള രീതിയിലേനു ഇവിടെ വന്നേന്. അപ്പോൾ എനിക്ക് അവിടുത്തെ ഫുഡെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഓർമ്മകൾ പുതുക്കാന്നുള്ള രീതിയിൽ അങ്ങനെ അവിടെ പോണം എന്നിട്ട് അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഡ്രസ്സും, ഈ അറബികളെ ഡ്രസ്സ്, പിന്നെ എന്താ പറയുക, പിരമിഡ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ആയിട്ടുള്ള ഫുഡിൻ്റെ കൗണ്ടറൊന്നും കണ്ടിട്ടില്ല. അവിടെ ഫുഡ് കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഒന്നും അവിടെ കണ്ടിട്ടില്ല. പിന്നെ ഇന്ത്യയിലേക്ക് കയറി. അവിടെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഓരോ മെറ്റീരിയലും ഡ്രസ്സിൻ്റെയും എല്ലാം ആയിട്ട് പകുതി ഭാഗം വരെ പോയിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ തായ്ലാൻഡിലോ മറ്റോ കയറിയവരാണ് ഇങ്ങനെ മൊബൈലിൻ്റെ കവർ ഉണ്ടാവില്ലേ, അതിങ്ങനെ 10 ദിറം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 ഞാൻ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഹംദക്ക് ടോയ്സ് വേണം എന്നിട്ട് അതും നോക്കുന്നുണ്ട്. ഭയങ്കര റേറ്റാണ് കേട്ടോ ടോയ്സിനെല്ലാം. ചെറുതിനല്ല, വലിയതിനെല്ലാം. വലിയ മീൻസ് അങ്ങനെയല്ല, നോർമലായിട്ടുള്ളതെല്ലാം. അങ്ങനെ ചെറിയ 2 ടോയ് എടുത്തിട്ടുണ്ട്. പിന്നെ ഋഷി വാങ്ങിയ ഒരു മാങ്ങയാണ് കേട്ടോ ഇത്. ഇവിടുന്ന് ഇതൊന്ന് കഴിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഓപ്പണാക്കി കഴിച്ച് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല തണുപ്പും മധുരവും എല്ലാം ആയിട്ടുള്ള നല്ലൊരു മാങ്ങ. അപ്പോൾ ഇവിടുത്തെ ഈ തായ്ലാൻഡ് സ്പെഷ്യലാണ് എന്നായിട്ട് പറഞ്ഞത്. പിന്നെ ഞങ്ങളങ്ങനെ പുറത്ത് സൂപ്പർ മാർക്കറ്റിലൊന്നും പോരാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് വാങ്ങി കഴിച്ചവരുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. പിന്നെ ഇനി ആരെങ്കിലും പോവാനുണ്ടെങ്കിൽ അതൊന്ന് വാങ്ങി ട്രൈ ചെയ്യാം. പിന്നെ അങ്ങനെ വെറൈറ്റി ട്രൈ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വാങ്ങിയ ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഗ്രിൽ ചെയ്തെടുത്ത ഒരു വലിയ ബീഫ് പാറ്റി ഒരു പോക്കറ്റ് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫിൽ ചെയ്തിട്ട് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയിട്ട് 3 പേർക്കും കൂടിയിട്ട് ഇത് ധാരാളമായിരുന്നു കേട്ടോ. ഈ ഒന്ന് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവുന്നുണ്ട്. ആ ഒരു ബീഫിൻ്റെ പാറ്റി മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ അടിപൊളിയാണ്. അങ്ങനെ ഇവിടെ വന്നിട്ട് കഴിച്ചതിൽ നല്ലപോലെ ഇഷ്ടമായി. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട്. ആരെയും കഴിച്ചവരുണ്ടെങ്കിൽ കമൻ്റ് ഇടുക കേട്ടോ. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ? എന്തായാലും ടേസ്റ്റ് ഉണ്ടല്ലേ. നല്ല ടേസ്റ്റ്. ഇതാണ് ഷോപ്പ്. ഇവിടുത്തെ എല്ലാവരും വാങ്ങുക, ട്രൈ ബോസ്നിയൻ ഹൗസ് അല്ലേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ അത് അവിടെ ഇരുന്ന് കഴിച്ച് പിന്നെ കഴിഞ്ഞ കേട്ടോ. ഇനി എവിടെയും പോകാനില്ല. ഇനി അവിടെ നിന്ന് ഇറങ്ങലാണ്.
അതിന് മുമ്പായിട്ട് ഹംദൻ്റെ ആ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട്. അത് അവർ വാങ്ങി വെച്ചതിൻ്റെ മെയിൻ കാരണം ഈ കുട്ടികളിങ്ങനെ സ്പീഡിൽ പോകുന്നതാണ്. ഹംദക്ക് അത് കയ്യിൽ കിട്ടിയിട്ട് ഓൾ അടങ്ങി നിൽക്കുന്നില്ല കേട്ടോ. അതും എടുത്തിട്ട് ഇങ്ങനെ പിന്നെ ഇവിടുത്തെ ഫുള്ളും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പം ഇവിടുന്ന് ബസ് ഉണ്ടോയെന്ന് നോക്കണം. ഇനിയിപ്പം ബസ്സിൽ കയറി പോവാണ്. നമ്മളിവിടുന്ന് ഇറങ്ങുമ്പം ഏകദേശം 12-12:30 ആ ഒരു ടൈം ആയിട്ടുണ്ടാവും. അത്ര 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. കറക്റ്റ് ടൈം ഓർമ്മയില്ല. ഞങ്ങളവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ കറക്റ്റ് അവിടെ ബസ് ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടേനു. എന്തിനാ ഇട്ടിട്ട് പോയി കാരണം കയറ്റിയിട്ടില്ല. ഓരോ റേഡിയോ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തുമ്പം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു, ബൈ.